ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്റർ കൺക്ലൂഡിങ് ദി സെയിൽസ്. ഓക്കെ, അപ്പം നമ്മൾ എന്താണ് ഇതുവരെ ഓരോ സെയിൽസ് പ്രോസസ്സിനും ഓരോ സെയിൽസ് സ്റ്റെപ്പിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു അല്ലേ? നമ്മൾ ഇതിനു മുമ്പ് സെയിൽസ് പ്രസൻറ്റേഷനും ഡെമോൺസ്ട്രേഷനും ഒക്കെ പഠിച്ചു. അപ്പോൾ സെയിൽസ് പ്രസൻറ്റേഷനും ഡെമോൺസ്ട്രേഷനും കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? സെയിൽസ് പ്രോസസ്സിലെ സെയിൽസ് ക്ലോസ് ചെയ്യുക അല്ലേ? അപ്പോൾ സെയിൽസ് എങ്ങനെയാണ് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സെല്ലിംഗ് പ്രോസസ്സിൽ ഏറ്റവും ഫൈനൽ ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് എന്ത്? സെയിൽസ് ക്ലോസ് ചെയ്യുക എന്നുള്ളത് അല്ലേ? അപ്പോൾ അത്രയും സമയം ഒരു സെയിൽസ് പ്രോസസ്സിൻ്റെ എല്ലാ സ്റ്റെപ്പുകളും പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ ചെയ്യുക എന്നുള്ളത് എന്താണ് സെയിൽസ് പേഴ്സണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ? അവർ എന്താണ് പ്രോപ്പറായിട്ടുള്ള സെയിൽസ് അപ്രോച്ചസുകൾ, പ്രീ സെയിൽസ് അപ്രോച്ചുകൾ സ്വീകരിക്കുക, നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുക, ഡെമോൺസ്ട്രേഷനിൽ ശ്രദ്ധിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നല്ല എഫേർട്ടൊക്കെ ഇട്ട് ലാസ്റ്റ് സെയിൽസ് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഇത്രയും സമയമൊക്കെ ഇട്ട എഫേർട്ടൊക്കെ എന്ത് ചെയ്യും? വെറുതെ ആയി പോകും അല്ലേ? അപ്പോൾ സെയിൽസ് ക്ലോസ് ചെയ്യുക എന്നുള്ളത് എപ്പോഴും സെയിൽസ് പേഴ്സൻ്റെ ഹാർഡ് വർക്കിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് കാണേണ്ടത്. ഓക്കെ, നല്ല എന്താണ് നന്നായി പ്രോപ്പറായിട്ടുള്ള പ്രസൻറ്റേഷൻ ചെയ്തു, കസ്റ്റമേഴ്സിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും നല്ല പ്രോപ്പറായിട്ട് ആൻസർ ചെയ്തു, അവരുടെ ഒബ്ജെക്ഷൻസ് ഒക്കെ ക്ലിയർ ചെയ്തു. പക്ഷേ എന്ത് ചെയ്യും? ഇതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്തു എന്നുണ്ടെങ്കിലും അറ്റ് ലാസ്റ്റ് ഒരു പക്ഷേ സെയിൽസ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെയിൽസ്മാന് കഴിയണമെന്നില്ല അല്ലേ? അപ്പോൾ ഒരു കസ്റ്റമർ ത്രൂ ഔട്ട് അവരുടെ കമ്മ്യൂണിക്കേഷനിലെല്ലാം അവർ എപ്പോഴും അലേർട്ടായിട്ട് കൊണ്ടിരിക്കണം. എപ്പോഴാണ് ഒരു സെയിൽസ് ക്ലോസ് ചെയ്യാൻ പറ്റിയ ആപ്റ്റായിട്ടുള്ള ടൈം എന്നുള്ളത് എപ്പോഴും അലേർട്ടായിട്ട് എപ്പോഴും ബോധേഡായിട്ട് ഇരിക്കണം ഒരു സെയിൽസ് പേഴ്സൺ. ഓക്കെ, പിന്നെന്താണ് അതുപോലെ തന്നെ ഇത്രയും എഫേർട്ടൊക്കെ ഇട്ടാലും അവരുടെ എഫേർട്ടുകൾ പാഴായി പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ റിസർച്ചുകളൊക്കെ പറയുന്നത് എന്താണ്? 64% സെയിൽസ്മാൻമാരും സെയിൽസ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം എന്താണ്? അവർ നോ പറയോ, കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നോ കേൾക്കേണ്ടി വരുമോ എന്ന് വിചാരിച്ചിട്ട് 64% സെയിൽസ് പേഴ്സണും അവരുടെ സെയിൽസ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സെയിൽസ് പ്രോപ്പറായിട്ട് ക്ലോസ് ചെയ്യുക എന്നുള്ളത് എന്താണ്? ഒരു റിസൾട്ട് ഓഫ് ലോങ് സെല്ലിംഗ് എഫേർട്ട് അല്ലേ? അവരുടെ സെയിൽസ് എഫേർട്ടായിട്ടാണ്, ഒരു സെയിൽസ് പേഴ്സൻ്റെ സെയിൽസ് എഫേർട്ടായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ നെക്സ്റ്റ് മീനിങ് ഓഫ് ദി കൺക്ലൂഡിങ് ദി സെയിൽ എന്താണ്? ഒരു പ്രോപ്പറായിട്ട് നമ്മൾ പറഞ്ഞു, പ്രോപ്പറായിട്ടുള്ള പ്രസൻറ്റേഷൻ ചെയ്തു, ഡെമോൺസ്ട്രേഷൻ ചെയ്തു, പ്രോപ്പറായിട്ട് കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്തു, അവരുടെ എല്ലാ ഒബ്ജെക്ഷൻസും ക്ലിയർ ചെയ്തു എന്നുണ്ടെങ്കിലും ഒരു റേറ്റ് ടൈമിൽ സെയിൽസ് പേഴ്സൺ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. നമുക്ക് എപ്പോഴാണ് ഒരു നമ്മൾ പറഞ്ഞു അലേർട്ടായിട്ട് കൊണ്ടിരിക്കുക, എപ്പോഴാണ് സെയിൽസ് ക്ലോസ് ചെയ്യാൻ പറ്റിയ ആപ്റ്റായിട്ടുള്ള ടൈം എന്നുള്ളത് ഒരു സെയിൽസ് പേഴ്സണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. പിന്നെന്താണ്? ഒരു നമ്മൾ പറഞ്ഞു നല്ല ഇംപ്രഷൻ കൊടുത്തു, പിന്നെന്താണ് അവരുടെ കസ്റ്റമേഴ്സിൻ്റെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്തു, നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തെടുത്തു. പക്ഷേ എന്ത് ചെയ്യും? ഒരു പക്ഷേ സെയിൽസ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയണം എന്നില്ല. അപ്പോൾ എത്ര സ്കിൽഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സെയിൽസ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും 100% നമുക്ക് സെയിൽസ് ക്ലോസ് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഉറപ്പ് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. പിന്നെന്താണ്? ഇതെന്താ ചെയ്യും? കസ്റ്റമേഴ്സിൻ്റെ മൂഡിനനുസരിച്ചിരിക്കും അല്ലേ? ഒരു കസ്റ്റമർ സെയിൽസ് പ്രസൻറ്റേഷൻ ത്രൂ ഔട്ട് എല്ലാ പ്രസൻറ്റേഷൻസിനും എല്ലാ അഭിപ്രായങ്ങളോടും അഗ്രി ചെയ്ത് നിന്നാലും അറ്റ് ലാസ്റ്റ് ഒരു പക്ഷേ എന്ത് ചെയ്യും? അവർ സെയിൽസ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവണമെന്നില്ല. പിന്നെന്താണ്? പക്ഷെ ഒരു കസ്റ്റമർ ഫസ്റ്റ് അവരുടെ ക്രിറ്റിക്കലി ആണ് അപ്രോച്ചുകളൊക്കെ ഉള്ളത് ഒരു കസ്റ്റമറുടെ. പക്ഷേ അയാൾ എന്ത് ചെയ്യും? ഒരു പക്ഷേ അറ്റ് ലാസ്റ്റ് സെയിൽസ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാകും.
അപ്പോൾ ഒരിക്കലും 100% നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇപ്പം നെക്സ്റ്റ് പറയുന്നത് ക്ലോസിംഗ് ക്ലൂസ് ആണ്. എന്താണ്, ഒരു നല്ല സെയിൽസ് പേഴ്സൺ ഏറ്റവും റൈറ്റ് ടൈമിൽ ചാൻസ് കിട്ടുമ്പോൾ സെയിൽസ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു എപ്പോഴും കസ്റ്റമേഴ്സിനെ കുറിച്ചിട്ട് അലേർട്ടായിട്ടിരിക്കണം, അവരെ എപ്പോഴും ഒബ്സർവ് ചെയ്തിരിക്കണം ഒരു സെയിൽസ് പേഴ്സൺ. അവരുടെ എന്താണ്, a salesperson must observe the customer mood and attitude and understand different types of customers അല്ലേ. നമ്മൾ പറഞ്ഞ എല്ലാ കസ്റ്റമേഴ്സും ഒരുപോലെയുള്ള ആളുകളായിരിക്കില്ല. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെ മനസ്സിലാക്കണം, അവരുടെ മൂഡ് എങ്ങനെയാണ്, അവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഒബ്സർവ് ചെയ്ത ശേഷം ഒരു സെയിൽസ് പേഴ്സണ് എന്ത് ചെയ്യണം, അവർ എപ്പോഴാണ് എങ്ങനെയാണ് സെയിൽസ് ക്ലോസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു സെയിൽസ് പേഴ്സൺ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയണം. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ക്ലോസിങ് ക്ലൂകളാണ് ഒരു കസ്റ്റമറുടെ അടുത്ത് നിന്ന് കിട്ടുക എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. ടച്ച് ഓർ ട്രൈസ് ദി പ്രൊഡക്റ്റ്, അതായത് ഒരു കസ്റ്റമർ പ്രൊഡക്റ്റ് ടച്ച് ചെയ്യുക അല്ലെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് മനസ്സിലാക്കുന്നത് കസ്റ്റമർ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലൂ ആണത് എന്നുള്ളത് അല്ലേ. ഇപ്പോൾ ഒരു ക്ലോത്ത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡ്രസ്സ് ചെയ്ത് നോക്കുക, ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്യാമറ പവർ നോക്കുക, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ എന്താണ് നെക്സ്റ്റ്, എന്താണ് പ്രൈസ് ദി പ്രൊഡക്റ്റ്. കസ്റ്റമർ സേസ് ഗുഡ് തിങ് അബൌട്ട് ദി പ്രൊഡക്റ്റ്. കസ്റ്റമർ പറയുകയാണെന്ത്, ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ് അല്ലെങ്കിൽ ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് തുടങ്ങിയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ എന്ത്, നെക്സ്റ്റ് സെയിൽസ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കുക എന്നുള്ള ഒരു അലേർട്ട് കിട്ടുകയാണ് ആർക്ക്, സെയിൽസ് പേഴ്സൺ അല്ലേ. അപ്പോൾ നെക്സ്റ്റ് എന്താണ്, ആസ്ക് ഫോർ ഓർഡർ ഫോം. അതായത് കസ്റ്റമർ എന്താണ് ഓർഡർ ഫോം ചോദിക്കുകയാണ് അല്ലേ, അത് അല്ലെങ്കിൽ വായിച്ചു വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. ഇത്തരത്തിലുള്ള ഒരു കസ്റ്റമറുടെ അടുത്ത് നിന്നുള്ള ഇത്തരത്തിലുള്ള സമീപനങ്ങളൊക്കെ ഒരു ക്ലോസിംഗ് ക്ലൂ ആയിട്ട് സെയിൽസ് പേഴ്സണ് കാണാം. പിന്നെന്താണ്, ആസ്ക് അബൌട്ട് ഫൈനൽ പ്രൈസ്. ഫൈനൽ പ്രൈസിനെ കുറിച്ചിട്ട് ചോദിക്കുക, എന്തെങ്കിലും ഡിസ്കൗണ്ടുകൾ ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് തരാൻ പറ്റുമോ എന്നുള്ള ഡീലിങ്സുകളൊക്കെ ചോദിക്കുക. പിന്നെന്താണ്, ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻ അബൌട്ട് ഡെലിവറി അല്ലെങ്കിൽ സർവീസിനെ കുറിച്ചിട്ടൊക്കെ, ഇൻസ്റ്റാളേഷനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ എന്താണ് അവരുടെ ഡെലിവറി പ്രോസസ്സിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരു കസ്റ്റമറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ സെയിൽസ് പേഴ്സണ് എന്ത് ചെയ്യാം, സെയിൽസ് ക്ലോസ് ചെയ്യാൻ തയ്യാറായിട്ട് ഇരിക്കാം, അല്ലെങ്കിൽ അതിന് ടൈമായി എന്നുള്ളത് തീരുമാനിക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, കസ്റ്റമേഴ്സ് വോയിസ് ബിക്കം സോഫ്റ്റ് ഓർ ഫ്രണ്ട്ലി. അതായത് കസ്റ്റമറുടെ വോയിസ് എന്ത് ചെയ്തു, നേരത്തെ ഉണ്ടായിരുന്ന വോയിസിൽ നിന്ന് ചേഞ്ച് ആയി, സോഫ്റ്റ് ആയി, അല്ലെങ്കിൽ ഫ്രണ്ട്ലി അപ്രോച്ച് നമ്മളോട് സ്വീകരിക്കാൻ തുടങ്ങിയാൽ ഒരു സെയിൽസ് പേഴ്സണ് മനസ്സിലാക്കാം എന്ത്, നെക്സ്റ്റ് സെയിൽസ് ക്ലോസ് ചെയ്യാം എന്നുള്ളത്. നെക്സ്റ്റ് എന്താണ്, ആസ്ക് ഹു എൽസ് ഈസ് യൂസിങ് ദി പ്രൊഡക്റ്റ്. ഒരു കസ്റ്റമർ ചോദിക്കുകയാണെന്ന്, ഇതിനു മുമ്പ് ആരെങ്കിലും ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും ഇത് യൂസ് ചെയ്യുന്നുണ്ടോ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ ഇതിനെന്താണ് പ്രോപ്പറായിട്ടുള്ള ആൻസർ കിട്ടിയാൽ ഒരു കസ്റ്റമറിന് കോൺഫിഡൻസ് ആയിട്ട് ഇരിക്കുക അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഒരു ക്ലോസിംഗ് ക്ലൂ ആയിട്ട് എടുക്കാം. പിന്നെ എന്താണ്, ചെക്സ് കാർഡ് ഓർ ക്യാഷ് അല്ലേ, കാർഡായിട്ടാണോ ക്യാഷ് ആയിട്ടാണോ എങ്ങനെയാണ് പേയ്മെൻറ്റ് രീതികൾ എന്നുള്ളതൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്താണ് ഒരു ക്ലൂ ആണ്. നെക്സ്റ്റ് എന്താണ്, കസ്റ്റമേഴ്സിൻ്റെ ഒബ്ജെക്ഷൻസ് എന്താണ് ആൻസർ, അതായത് കസ്റ്റമറുടെ എല്ലാ ഒബ്ജെക്ഷൻസും ക്ലിയർ ആയിട്ട് ആൻസർ ചെയ്തു എന്നുള്ള ഒരു കോൺഫിഡൻറ്റ് ഒരു സെയിൽസ് പേഴ്സൺ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് ആ സെയിൽസ് പേഴ്സണ് പ്രെഡിക്റ്റ് ചെയ്യാം അല്ലെ, നെക്സ്റ്റ് സെയിൽസ് ക്ലോസ് ചെയ്യാം എന്നുള്ള ഒരു, അല്ലെങ്കിൽ ആ സെയിൽസ് പേഴ്സണ് അലേർട്ട് ആയിരിക്കും, നമുക്ക് സെയിൽസ് ക്ലോസ് ചെയ്യല്ലേ എന്നുള്ള ഒരു സ്റ്റെപ്പിലേക്ക് കടക്കാം എന്ന് ഒരു സെയിൽസ് പേഴ്സണ് തീരുമാനിക്കാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താണ്, കസ്റ്റമേഴ്സ് ഗിവ് പോസിറ്റീവ് റിയാക്ഷൻ ആഫ്റ്റർ ദി സെയിൽസ് പ്രസൻറ്റേഷന് ശേഷം ഒരു കസ്റ്റമർ പോസിറ്റീവ് റിയാക്ഷൻ ആണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു സെയിൽസ് പേഴ്സൺ എന്താണ് മനസ്സിലാക്കുക അല്ലേ, നെക്സ്റ്റ് സെയിൽസ് ക്ലോസ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഇത്രയും എക്സാമ്പിൾസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ട്രയൽ ക്ലോസ് ആണ്. ട്രയൽ ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രയൽ ക്ലോസ് ഈസ് യൂസ്ഡ് ടു ചെക്ക് ഇഫ് ദി കസ്റ്റമർ ഈസ് റെഡി ടു ബൈ. കസ്റ്റമർ ബൈ ചെയ്യാൻ തയ്യാറാണോ എന്ന് ചെക്ക് ചെയ്യുന്നൊരു
പ്രോസസ്സാണ് എന്ത് ട്രയൽ ക്ലോസ് എന്ന് പറയുന്നത്. ഇതൊരു സെയിൽസ് പേഴ്സണെ ഒരു റൈറ്റ് ടൈമിൽ സെയിൽസ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രോപ്പറായിട്ട് സെയിൽസ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു സെയിൽസ് പേഴ്സണ് സെയിൽസ് പ്രസൻറ്റേഷന് ശേഷവും ഡെമോൺസ്ട്രേഷന് ശേഷമൊക്കെയാണ് ട്രയൽ ക്ലോസ് ചെയ്യേണ്ടത്. കസ്റ്റമേഴ്സിന് പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ഒബ്ജെക്ഷൻസ് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ടോ, ഇനി നമ്മൾ ആൻസേർഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്, നമ്മൾ പറയാത്ത എന്തെങ്കിലും ആൻസേഴ്സ് ബാക്കിയുണ്ടോ, പിന്നെന്താണ് കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഒരു സെയിൽസ് പേഴ്സണ് ട്രയൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഒരു സെയിൽസ് പേഴ്സൺ ഇൻഡയറക്റ്റ് ക്ലോസിന് വേണ്ടിയിട്ട് ശ്രമിക്കണം. ഒരു സോഫ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ട് മെല്ലെ മെല്ലെ ബൈയിങ് ഡിസിഷനിലേക്ക് എത്തിക്കുക. ഇപ്പോൾ ഏത് ബ്രാൻഡാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്, പിന്നെ ഏത് കളറാണ് ഇതിൽ സെലക്ട് ചെയ്യുന്നത്, പേയ്മെൻറ്റ് രീതി ഏതാണ് ആഗ്രഹിക്കുന്നത്, തുടങ്ങിയിട്ടുള്ള സോഫ്റ്റ് ക്വസ്റ്റ്യൻസുകളൊക്കെ ചോദിച്ച് മെല്ലെ മെല്ലെ എന്ത് ചെയ്യുക, അവരുടെ ബൈയിങ്ങിലേക്ക് എത്തിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സമീപനമാണ് ആദ്യം ഒരു സെയിൽസ് പേഴ്സണ് സെയിൽസ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു ട്രയൽ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് മൾട്ടി സെൻസറി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെയിൽസ് പേഴ്സൺ കസ്റ്റമറെ അനുവദിക്കണം. എന്താണ്, അവരെ ആ പ്രൊഡക്റ്റ് കാണാനും തൊടാനും അല്ലെങ്കിൽ മണക്കാനും അനുഭവിക്കാനും ഒക്കെ എന്ത് ചെയ്യണം, ഒരു സെയിൽസ് പേഴ്സണ് കസ്റ്റമറെ അനുവദിക്കണം. ഓക്കെ, അപ്പോൾ ഒരു ട്രയൽ ക്ലോസ് ചെയ്യുന്നതിൻ്റെ മുമ്പ് എന്താണ്, കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് പല റെസ്പോൺസും ക്ലൂസും ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ. ചില ആളുകൾ എന്താണ് കൂടുതൽ ഇൻഫോർമേഷൻസ് ചോദിക്കും, ചില ആളുകൾ എന്ത് ചെയ്യും കൂടുതലായിട്ട് ഒബ്ജെക്ഷൻസ് ആണ് ഉന്നയിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ഇൻഡയറക്റ്റ് ക്ലോസിന് വേണ്ടിയിട്ട് ആദ്യം ഒരു സെയിൽസ് പേഴ്സൺ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഈ ഇൻഡയറക്റ്റ് ക്ലോസ് ഫെയിൽ ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു സെയിൽസ് പേഴ്സണ് ഡയറക്റ്റ് ക്ലോസിന് വേണ്ടിയിട്ട് ശ്രമിക്കണം. ഓക്കെ, പൊളൈറ്റ്ലി ആസ്ക് കസ്റ്റമേഴ്സ് ഒപ്പീനിയൻ. ഓക്കെ, എന്താണ്, കസ്റ്റമേഴ്സിനോട് നേരിട്ട് ചോദിക്കുക അല്ലേ, നിങ്ങളിത് വാങ്ങിക്കല്ലേ, അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ എന്താണ് അഭിപ്രായം, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ, തുടങ്ങിയിട്ടുള്ള ഡയറക്റ്റായിട്ട് സെയിൽസിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുക. അപ്പോൾ നെക്സ്റ്റ് അതും ഫെയിലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടെ വീണ്ടും ഈ സെയിൽസ് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പറയുന്നത് സെയിൽസ് ക്ലോസിംഗ് ടെക്നിക്സ് ആണ്. അപ്പോൾ ഒരു സെയിൽസ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിൽസ് പേഴ്സൺ യൂസ് ചെയ്യുന്ന ടെക്നിക്സുകൾ അല്ലെങ്കിൽ വഴികളാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് എന്താണ്, ചോയ്സ് ക്ലോസ്. ഗിവ് ടു ചോയ്സ് അല്ലേ, അതായത് ഒരു ഇത് വാങ്ങിക്കല്ലേ എന്ന് ഡയറക്റ്റ് ആയിട്ട് ഒരു സെയിൽസ് പേഴ്സൺ ചോദിക്കാതെ എന്താണ്, ഇതിൽ നിന്ന് ഏത് മോഡലാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്ന് ചോദിക്കുക അല്ലേ. ഇവിടെ എന്താണ്, ഒരു കസ്റ്റമർക്ക് നോ പറയാനുള്ള ഒരു ചാൻസ് സെയിൽസ് പേഴ്സൺ കൊടുക്കുന്നില്ല. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഈ ബ്ലാക്ക് ആണോ ബ്ലൂ ആണോ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വലുതാണോ ചെറുതാണോ വേണ്ടത്, തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുക അല്ലേ. ഇതെന്താണ്, ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്. ഇത്തരത്തിൽ നോ പറയാനുള്ള ഒരു ചാൻസ് കൊടുക്കാതെ സെയിൽസ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ് ചോയ്സ് ക്ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് മൈനർ പോയിന്റ് ക്ലോസ്. എന്താണ്, എഗ്രി ഓൺ സ്മോൾ തിങ്സ് ഫസ്റ്റ്. അതായത് ചെറിയ ചെറിയ ചോദ്യങ്ങളിലൊക്കെ എഗ്രിമെന്റ് ചെയ്ത് സ്ലോലി ഒരു കസ്റ്റമറെ ഫൈനൽ പ്രൊസീജിയറിലേക്ക് എത്തിക്കുക. അതായത് ഫസ്റ്റ് എന്താണ്, നിങ്ങൾക്ക് ഇതിൽ ഏത് കളറാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ചോദിക്കുക. പിന്നെ നെക്സ്റ്റ് ക്യാഷിന് എങ്ങനെയാണ് പേയ്മെന്റ് രീതികളെ കുറിച്ചിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. നെക്സ്റ്റ് ചോദിക്കുക, നിങ്ങൾക്ക് ഹോം ഡെലിവറി ആണോ, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് പിക്കപ്പ് ചെയ്യോ, ഞങ്ങൾ വന്ന് ഹോം ഡെലിവറി ചെയ്യണോ, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സോഫ്റ്റ് ആയിട്ട് ചോദിച്ച് ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ എന്ത് ചെയ്യുക, ഫൈനൽ ഡിസിഷൻ എടുപ്പിക്കുക. ഇതാണ് സെക്കൻഡ് സെയിൽസ് ക്ലോസിംഗ് രീതി പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് അസംപ്റ്റീവ് ക്ലോസ്. അതെന്താണ്, ആസ്ക് ലൈക്ക് കസ്റ്റമർ വിൽ ബൈ. അതായത് സെയിൽസ് പേഴ്സണ് വിചാരിക്കണം എന്താണ്, കസ്റ്റമർ എന്തായാലും ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കും എന്നുള്ള രീതിയിൽ ബിഹേവ് ചെയ്യുക. ഡയറക്റ്റ് ആയിട്ട് എന്ത് ചോദിക്കാം, നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ പേയ്മെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ്, എപ്പോഴാണ് ഈ പ്രൊഡക്റ്റ് എപ്പോഴാണ് ഞങ്ങൾ ഡെലിവറി ചെയ്ത് തരേണ്ടത്, തുടങ്ങിയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാം. ഇതെന്താണ്, അവരെ ആ ഒരു ഫൈനൽ സെയിൽസ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അവർക്കൊരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഹി മേ സ്റ്റാർട്ട് പാക്കിംഗ് ഓർ പേയ്മെന്റ് ബിൽ. ഒരു സെയിൽസ് പേഴ്സണ്
പാക്ക് ചെയ്യാൻ തുടങ്ങുക, അല്ലെങ്കിൽ പേയ്മെന്റ് ബില്ല് റെഡിയാക്കാൻ തുടങ്ങുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതാണ് തേർഡ് വൺ പറയുന്നത്. നെക്സ്റ്റ് സ്റ്റിമുലസ് റെസ്പോൺസ് ക്ലോസ്. അതായത് ഒരു സെയിൽസ് പേഴ്സണ് ചോദിക്കണത് ആസ്ക് ക്വസ്റ്റ്യൻ ദാറ്റ് എൻകറേജ് എ പോസിറ്റീവ് റെസ്പോൺസ് അല്ലെ. ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുന്ന ക്വസ്റ്റ്യനുകൾ ചോദിക്കുക. അതായത് ഇപ്പോൾ ഈ ക്രീം നിങ്ങളുടെ സ്കിന്നിന് നല്ല സ്യൂട്ടാണ് അല്ലേ, അത് എന്താണ് അവർക്കൊരു എന്താണ് നമ്മൾ പറയില്ലേ സുഖിപ്പിച്ചിട്ട് നമ്മൾ കാര്യം നടത്തുന്ന ഒരു രീതി, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഈ ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ വെഡ്ഡിങ് ഡേക്കുള്ള ഡ്രസ്സ് ഇത്രയും എന്താണ് സ്പെഷ്യൽ ആയിരിക്കണം അല്ലേ തുടങ്ങിയിട്ടുള്ള അവരെ സ്റ്റിമുലസ് ആക്കുന്ന ക്വസ്റ്റ്യൻസുകളൊക്കെ ചോദിച്ചിട്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില കസ്റ്റമേഴ്സിന് എന്താണ് ഇത്തരത്തിലുള്ള ഡീലിങ്സിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ഇറിറ്റേഷൻസ് ആയിട്ട് തോന്നും. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഒരു സെയിൽസ് പേഴ്സണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പറയുന്നത് സമ്മറി ക്ലോസ്. അതായത് എന്താണ് റിപ്പീറ്റ് മെയിൻ പോയിന്റ്സിലെ, അതായത് ഒരു സെയിൽസ് പേഴ്സൺ സമ്മറൈസ് ദി അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് ദി പ്രൊഡക്റ്റ്. അവർ ഒരു സെയിൽസ് പേഴ്സൺ ഒരു പ്രൊഡക്റ്റിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ റിപ്പീറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് ക്ലിയർ ആയിട്ട് സംസാരിക്കുക. അപ്പോൾ ഇത് എന്താണ് ചിന്തിച്ചിട്ട് നല്ലൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് കസ്റ്റമേഴ്സിനെ ഹെൽപ്പ് ചെയ്യും അല്ലേ. ഒരു ലോജിക്കലി ഡിസിഷൻസ് ഒക്കെ എടുക്കുന്ന കസ്റ്റമേഴ്സിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വരുന്നത് സ്റ്റാൻഡിങ് റൂം ഓൺലി ക്ലോസ്. അതായത് ഒരു സെയിൽസ് പേഴ്സണ് എന്താണ് ക്രിയേറ്റ്സ് അർജൻസി ബൈ സെല്ലിംഗ് ദി പ്രൊഡക്റ്റ് ഓർ ഓഫർ ഈസ് ലിമിറ്റഡ്. അതായത് അർജൻസി ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളിപ്പോൾ ഇത് വാങ്ങിയിട്ടില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ഒരു എന്താണ് ഒരു ചിന്ത അവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് കസ്റ്റമേഴ്സിന്. ഓക്കെ, ഇപ്പോൾ ഇത് കുറച്ച് പീസുള്ളൂ ബാക്കി, അല്ലെങ്കിൽ ഈ ഓഫർ ഇന്ന് മാത്രമേ ഉള്ളൂ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു സെയിൽസ് പേഴ്സണ് സ്വീകരിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് ഇത് കസ്റ്റമേഴ്സിന് പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പുഷ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സ്പെഷ്യൽ ഡീൽ ക്ലോസ് ആണ്. അതായത് കസ്റ്റമേഴ്സ് ഓൾമോസ്റ്റ് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ റെഡിയായി എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞാൽ സ്പെഷ്യൽ ഓഫറൊക്കെ കൊടുത്തിട്ട് അവരെ ബൈയിങ് ഡിസിഷനിലേക്ക് ഒന്നുകൂടി പുഷ് ചെയ്യാം അല്ലേ. ഇപ്പോൾ നിങ്ങൾ ഇന്ന് ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റിന് സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ സ്പെഷ്യൽ ഡിസ്കൗണ്ട് നിങ്ങൾക്കിന്ന് തരാം തുടങ്ങിയിട്ടുള്ള ഓഫേഴ്സൊക്കെ ഒരു സെയിൽസ് പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ എന്ത് ചെയ്യും, ആ സെയിൽസ് ക്ലോസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വരുന്നത് സക്സസ് സ്റ്റോറി ക്ലോസ് ആണ്. അതായത് സെയിൽസ് പേഴ്സൺ ഷെയർ റിയൽ സക്സസ് സ്റ്റോറീസ് ഓഫ് പാസ്റ്റ് കസ്റ്റമേഴ്സിൻ്റെ സ്റ്റോറീസ് ഒക്കെ പറയാം. ഓക്കെ, ഇതെന്താണ് കസ്റ്റമേഴ്സിനെ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ കോൺഫിഡൻസ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. ഓക്കെ, അപ്പോൾ ഒരു സെയിൽസ് പേഴ്സൺ പറയുകയാണ് എന്താ, എൻ്റെ സിസ്റ്റർ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ഒരാളാണ്, അവൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളതൊക്കെ ഒരു സെയിൽസ് പേഴ്സൺ പറയുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് കൂടുതൽ കോൺഫിഡൻ്റ് ആവും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ക്ലോസിംഗ് ഓൺ റെസിസ്റ്റൻസ്. അതായത് എന്താണ് ഒരു സെയിൽസ് പേഴ്സണ് കസ്റ്റമറുടെ ഒബ്ജെക്ഷൻസ് ഒക്കെ ഒരു വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള റീസൺസ് ആക്കി മാറ്റുക. ഇപ്പോൾ ഒരു കസ്റ്റമർ പറയാണ് ഈ പോട്ട് വളരെ ഹെവിയാണ് എന്നുള്ളത് ഒരു കസ്റ്റമർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സെയിൽസ് പേഴ്സൺ പറയാന്ന അതൊരു പ്രോബ്ലം അല്ല, ഞങ്ങൾ എന്ത് ചെയ്യും ഡെലിവറി അതുപോലെ തന്നെ അത് പ്ലേസ്മെൻ്റ് ഒക്കെ ചെയ്യുന്നത് ഞങ്ങളാണ് തുടങ്ങിയിട്ടുള്ള ഓഫറുകൾ ഒക്കെ കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ടേൺ ഓവർ ക്ലോസ് ആണ്. അതായത് പൊതുവെ ഇത് ടെക്നിക്കൽ പ്രൊഡക്ട്സ് ഒക്കെ ടെക്നിക്കൽ പ്രൊഡക്ട്സിലാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഒരു കസ്റ്റമേഴ്സ് കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള ചോദ്യങ്ങളോ ഒക്കെ ഉന്നയിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ ഡിസ്കൗണ്ടിന് വേണ്ടിയിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെയിൽസ് പേഴ്സൺ എന്ത് ചെയ്യും, അവരെ സീനിയേഴ്സിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും അല്ലേ, ഞങ്ങളുടെ ലീഡറുമായിട്ട് സംസാരിച്ചോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ ടീം ലീഡർ കൂടുതൽ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് തരും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതാണ് ടേൺ ഓവർ ക്ലോസ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പ്രിറ്റൻഡ് ടു ലീവ് ക്ലോസ്. അതായത് ഒരു സെയിൽസ് പേഴ്സൺ ചെയ്യാണെന്ത്
ആ കസ്റ്റമറുടെ അടുത്ത് നിന്ന് പെട്ടെന്ന് സെയിൽസ് പ്രസന്റേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഒരു കസ്റ്റമറുടെ അടുത്ത് നിന്ന് സെയിൽസ് പേഴ്സൺ മറ്റൊരു കസ്റ്റമേഴ്സിലേക്ക് പോവുക അല്ലെ? അത്തരത്തിൽ ഒരു എന്താണ് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സെയിൽസ് പേഴ്സണുള്ള ഇത് ചെയ്യാനൊക്കെ കഴിയുള്ളൂ. പെട്ടെന്ന് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മറ്റൊരു കസ്റ്റമറുടെ അടുത്തേക്ക് പോകുമ്പോൾ ആ കസ്റ്റമർക്ക് എന്ത് ചെയ്യും, ഒരു ഇതുണ്ടാവില്ലേ? ഇപ്പം ഈ പ്രൊഡക്റ്റ് വിൽക്കുക എന്നുള്ളത് ആ കസ്റ്റമറുടെ ആ സെയിൽസ് പേഴ്സന്റെ ഒരു ആവശ്യമല്ല, നമ്മളുടെ ആവശ്യമാണ് എന്നുള്ളൊരു ചിന്ത വന്ന് അവർ ചിന്തിച്ചിട്ട് ഒരു ഡിസിഷൻ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ ഇതാണ് പ്രിറ്റൻഡ് ടു ലീവ് ക്ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പപ്പി ഡോഗ് ക്ലോസ് ആണ്. അതായത് ഒരു പപ്പിയെ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ പിന്നെ അതിനെ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തോന്നില്ല. അപ്പോൾ ഇതുപോലെയുള്ള ഒരു മെത്തേഡാണിത് എന്നുള്ളതാണ് ഇത് പറയുന്നത്. അതായത് ഒരു സെയിൽസ് പേഴ്സണ് എന്ത് ചെയ്യാണ്, allow the customer to take the product home or try it before buying. ആ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതിന് മുമ്പ് ആ കസ്റ്റമറെ ആ പ്രൊഡക്റ്റ് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അനുവദിക്കുകയാണ് അല്ലേ? ഇപ്പോൾ ഒരു കസ്റ്റമർക്ക് രണ്ട് പ്രൊഡക്റ്റിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു അവസരത്തിൽ ഈ രണ്ടും വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കാം എന്നൊരു സെയിൽസ് പേഴ്സൺ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ആ കസ്റ്റമർ അത് വീട്ടിൽ കൊണ്ടുപോയി ട്രൈ ചെയ്ത് നോക്കിയാൽ പിന്നീട് ആ കസ്റ്റമർക്ക് ആ പ്രൊഡക്റ്റ് തിരിച്ചു കൊടുക്കാൻ തോന്നില്ല, അത് കീപ്പ് ചെയ്യും എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു രീതി കസ്റ്റമർക്ക് ആ പ്രൊഡക്റ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ മോട്ടീവ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് നോ റിസ്ക് ക്ലോസ് ആണ്. ഇതും പപ്പി ഡോഗ് ക്ലോസിന്റെ ഒരു മറ്റൊരു രീതിയാണ്. അതായത് പപ്പി ഡോഗ് ക്ലോസ് എന്താണ്, ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതിന് മുമ്പ് തന്നെ അവരെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുകയാണ് അല്ലേ? അപ്പോൾ ഇത് എന്താണ്, വാങ്ങിച്ചതിന് ശേഷം കസ്റ്റമറോട് പറയണത് സെയിൽസ് പേഴ്സൺ അവരുടെ ആ പ്രൊഡക്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്യാഷ് തിരിച്ചു കൊടുക്കും എന്നുള്ള ഒരു ഉറപ്പിന്റെ പുറത്ത് നടക്കുന്ന ഒരു സെയിൽസ് ആണിത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സെയിൽസിൽ കസ്റ്റമേഴ്സ് യൂഷ്വലി ആ പ്രൊഡക്റ്റ് കീപ്പ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് യൂസ്ഫുൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചു തരും എന്ന് കസ്റ്റമർ പറയും എന്നുണ്ടെങ്കിലും അറ്റ് ലാസ്റ്റ് അവർ ആ പ്രൊഡക്റ്റുമായിട്ട് പൊരുത്തപ്പെടും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പറയുന്നത് ലാസ്റ്റ് സെയിൽ ക്ലോസ് ആണ്. അതായത് എന്താണ്, ഒരു സെയിൽസ് പേഴ്സണ് വളരെ ഹ്യൂമിലിറ്റി, ഹോണസ്റ്റി ഒക്കെ ബിഹേവ് ചെയ്യാണ് കസ്റ്റമറോട്. അതായത് എന്താണ്, കസ്റ്റമേഴ്സിന്റെ നീഡ്സ് ഒന്നും മീറ്റ് ചെയ്തിട്ടില്ല എന്ന് ഒരു സെയിൽസ് പേഴ്സൺ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു അപ്രോച്ചാണിത്. ഓക്കെ, അവർ പൊളൈറ്റ്ലി ചോദിക്കുക, ഇനി നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്, ഈ പ്രൊഡക്റ്റിൽ എന്തൊക്കെയാണ് നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ ഇനി ആവശ്യം തുടങ്ങിയിട്ടുള്ള പൊളൈറ്റ്ലി അവരോട് സോഫ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചാൽ സംടൈംസ് കസ്റ്റമേഴ്സ് സർപ്രൈസ്ഡ് ആയിട്ട് അവർ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പറയുന്നത് ഇത്രയേ ഉള്ളൂ ക്ലോസിംഗ് ടെക്നിക്സുകൾ. നെക്സ്റ്റ് പറയുന്നത് ക്ലോസിംഗ് ദി സെയിൽസ് ഈസ് നോട്ട് എൻഡ്. അതായത് നമ്മൾ മുമ്പൊക്കെ പറഞ്ഞു അല്ലേ, ഒരു സെയിൽസ് ക്ലോസ് ചെയ്തു എന്നുള്ളത് ഒന്നിൻ്റെ ഒരു അവസാനമല്ല എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ഇവിടെ എന്ത് ചെയ്യാണ്, ഒരു റിലേഷൻഷിപ്പിന്റെ തുടക്കമായിട്ടാണ് നമ്മൾ ഇതിനെ കാണേണ്ടത് അല്ലേ? ഒരു സെയിൽസ് നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കസ്റ്റമേഴ്സിന് കൂടുതൽ ഡൗട്ട്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ ക്ലിയർ ചെയ്ത് പ്രോപ്പർ ആയിട്ടുള്ള ഫോളോ അപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സെയിൽസ് പേഴ്സൺ ശ്രദ്ധിക്കണം അല്ലേ? അതിൻ്റെ ഒരു പ്രൊഡക്റ്റിൻ്റെ യൂസേജ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിനെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു സെയിൽസ് പേഴ്സണ് ഒരു കസ്റ്റമറോട് പറയണം, അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഫോളോ അപ്പ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഫോളോ അപ്പ് കസ്റ്റമറെ കോൺഫിഡൻ്റ് ആയിട്ട് നിർത്തുകയും അവരെ ഹാപ്പി ആക്കി നിർത്തുകയും ചെയ്യും. അപ്പോൾ ഈ ഹാപ്പി കസ്റ്റമേഴ്സ് എന്താണ്, അവരുടെ സെയിൽസ് പേഴ്സൻ്റെ ഡീലിങ്ങിലൊക്കെ ഹാപ്പി ആയി കഴിഞ്ഞാൽ അവരെന്താണ്, ഗുഡ് റിവ്യൂ കൊടുക്കും അല്ലേ?
ജനങ്ങൾക്ക്, പുറത്തുള്ള ആളുകൾക്ക് എന്താണ് ഈ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഈ കമ്പനിയെ കുറിച്ചിട്ടും സെയിൽസ് പേഴ്സണെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യും, നല്ല റിവ്യൂ കൊടുക്കും. അപ്പോൾ എന്താണ് അവരുടെ സെയിൽസ് കൂടാൻ വേണ്ടിയിട്ട് ഇത് കാരണമാവും അല്ലേ. ബ്രാൻഡ് ബിൽഡിങ്ങിലേക്കും അല്ലെങ്കിൽ ഗുഡ് വില്ലിലേക്കൊക്കെ ലീഡ് ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, മനസ്സിലായി എന്ന് വിചാരിക്കും. ഓക്കെ.